നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഹൽവയാണ് കേട്ടോ. ഞാനിത് ശരിക്കും ഇന്നലെ ഇടണം എന്ന് വിചാരിച്ചാണ്, ദീപാവലി ആയിട്ട് ഇടണം എന്ന് വിചാരിച്ചാൽ, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഇത് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുമ്പം ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കാം, പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറുപയർ പരിപ്പ്. അപ്പോൾ ഈ ഹൽവ എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു പാകത്തിനല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ് ഹൽവ പോലെ വിരകി എടുക്കാന്ന് പറയില്ല, അതുപോലുള്ളൊരു കൺസിസ്റ്റൻസി ഉള്ള ഒരു ഹൽവയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്, കുറേ സമയം എടുക്കും. അതായത് 1 മണിക്കൂർ കൂടുതൽ ഇത് നെയ്യിലൊക്കെ ഇട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ എത്ര എഫേർട്ട് എടുക്കുന്നോ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അത്രയും ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപയർ പരിപ്പാണ് നമുക്ക് തോന്നുകയില്ല. അപ്പോൾ എന്തായാലും നല്ല സ്വാദിഷ്ടമായ ഒരു ഒന്നാണ് ഈ ഒരു ഹൽവ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു സ്വാദിഷ്ടമായ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിത് കണ്ടുപിടിക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. അപ്പോൾ ആ ചെറുപയർ പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പാണ്. മധുരത്തിനനുസരിച്ച് കുറച്ച് അളവിലൊക്കെ വ്യത്യാസം വരുത്താം. പിന്നെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ പാല് വേണം. പാല് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പാണ്. പിന്നെ അതുപോലെ കാര്യമായിട്ട് വേണ്ടതാണ് നെയ്യ്. അപ്പം നെയ്യ് ഇപ്പം ഞാൻ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നെയ്യ് കൂട്ടി 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് ഉപയോഗിക്കാം. നെയ്യ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു സാധാരണ ഹൽവയിലുണ്ടല്ലോ നെയ്യാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പം നെയ്യ് കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഏലക്കാപ്പൊടി വേണം, ഒരു 2 ടീസ്പൂണോളം, 1.5 മുതൽ 2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി. പിന്നെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഒരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് അണ്ടിപ്പരിപ്പ്, പിന്നെ മുന്തിരി, പിസ്ത ഒക്കെ എടുക്കാം. ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ ചെറുപയർ പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അരയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ചെറുപയർ പരിപ്പ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതിൽ കുതിർത്ത കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് മാത്രമേ ചേർത്തത്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തത്. ഇപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരുക്കി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് വഴന്ന് വരണം. സിമ്മിലാണ് ഇടുന്നത്. സിമ്മിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ശരിക്കും ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എത്ര സമയം എടുക്കുന്നത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ പച്ചമണം മാറും, അതുപോലെ തന്നെ കളറ് ചേഞ്ച് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുന്നു. ഇതിപ്പോൾ ഞാനൊരു 1/2 മണിക്കൂറോളമായിട്ടോ ഇളക്കി കൊടുക്കുന്നത്. ശരിക്കും ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ട് നിങ്ങൾക്ക് കാണാം. ഇനിയും എന്താ പറയുക, കളർ മാറാൻ പറ്റിയാൽ അത്രയും നല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പകുതിയിലധികം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും സിമ്മിലാണ് ഇതുള്ളത്. പാലൊഴിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കാൻ പോവാണ്. സിമ്മിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പം പാലും ഏകദേശം വറ്റി തുടങ്ങിയതല്ല, ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കുറേ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇളക്കി കൊടുക്കാം. പാലെല്ലാം വറ്റി
ഇതാ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പം നെയ്യെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പാകം. ഈ പാനിൽ ഇങ്ങനെ വിട്ടു വരും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. കുറച്ച് സമയം എടുക്കും ഉണ്ടാക്കി എടുക്കാനും, പക്ഷെ അത്രയും സ്വാദാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് കുറേ സമയമൊക്കെ ഉള്ള സമയത്ത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നല്ലൊരു റെസിപ്പിയായി കാണുന്നത് വരെ ബൈ.